പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ സംഘങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ ജൂനിയർ ക്ലർക്ക്, ക്ലർക്ക് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. 200 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 2025 ഏപ്രിൽ 30 വരെയാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് കാണാം. ആദ്യം അസിസ്റ്റന്റ് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ നോക്കാം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, ജവഹർ സഹകരണ ഭവൻ, DPI ജംഗ്ഷൻ, തൈക്കാട് PO, വഴുതക്കാട്, തിരുവനന്തപുരം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ മൊത്തം വായിക്കാം. വിജ്ഞാപന തീയതി 25/3/2025. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 30/4/2025. താഴെ പറയുന്ന സഹകരണ സംഘം ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ്. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ, അതായത് www.cscb.kerala.gov.in എന്ന സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യത്തെ ജോലി കാറ്റഗറി നമ്പർ 7/2025 അസിസ്റ്റന്റ് സെക്രട്ടറി. വിദ്യാഭ്യാസ യോഗ്യത: സഹകരണ നിയമനത്തിന് വിധേയം. വിദ്യാഭ്യാസ യോഗ്യതകൾ നിങ്ങൾ വായിച്ചെടുക്കുക, നോട്ടിഫിക്കേഷനിലുണ്ട്. അത് സംഘത്തിൻ്റെ പേര് കൊല്ലം താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം കൊല്ലം. ഒഴിവുകളുടെ എണ്ണം: അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഒരൊഴിവ്. ശമ്പള സ്കെയിലെല്ലാം വായിച്ചെടുക്കുക. എല്ലാം വായിച്ച് കഴിയുമ്പോൾ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയിപ്പോവും. ഇതെല്ലാം വെബ്സൈറ്റിലുള്ളതാണ് കേട്ടോ. അടുത്തത് ചൊവ്വര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എറണാകുളം ഒരൊഴിവ്. പുതുനഗരം SCB പാലക്കാട് ഒരൊഴിവ്. എരമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂർ ഒരൊഴിവ്. അങ്ങനെ 4 കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഓരോ ഒഴിവ് വെച്ച് ഉള്ളത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മൊത്തമുണ്ട്, പ്രായപരിധിയുണ്ട്, അത് പരീക്ഷയുടെ കാര്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചെടുക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 30/4/2025. അടുത്തത് കാറ്റഗറി നമ്പർ 10/2025 ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. വിദ്യാഭ്യാസ യോഗ്യത കുറച്ചുള്ളത് വായിക്കാം. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. രണ്ടാമത് കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്. മൂന്നാമത് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം. സംഘത്തിൻ്റെ പേര് ഇടവ സർവീസ് സഹകരണ സംഘം തിരുവനന്തപുരം ഒരൊഴിവ്. കുന്നത്തുകാൽ സർവീസ് സഹകരണ ബാങ്ക് തിരുവനന്തപുരം ഒരൊഴിവ്. മണ്ണാർക്കാട് റൂറൽ സേവന സഹകരണ സംഘം പാലക്കാട് 2 ഒഴിവ്. അരിയല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ഒരൊഴിവ്. അരീക്കോട് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ഒരൊഴിവ്. കൊമേരി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് ഒരൊഴിവ്. അങ്ങനെ 6 സഹകരണ സംഘങ്ങളിലാണ് ഡാറ്റ എൻട്രിയുടെ ഒഴിവുകളുള്ളത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വളരെ വൈഡായിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചെടുക്കുക. ഇത് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 30/4/2025 തന്നെയാണ്. അടുത്ത ഏതാണെന്ന് നോക്കാം. അടുത്തത് കാറ്റഗറി നമ്പർ 8/2025 ജൂനിയർ ക്ലർക്കാണ്. വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ വായിച്ചെടുക്കുക, ധാരാളമുണ്ട്. സംഘത്തിൻ്റെ പേര് ഇടയ്ക്കോട് സർവീസ് സഹകരണ ബാങ്ക് തിരുവനന്തപുരം. ജൂനിയർ ക്ലർക്ക് 4 ഒഴിവ്.
കുന്നത്തുകാൽ സർവീസ് സഹകരണ ബാങ്ക് തിരുവനന്തപുരം 2 ഒഴിവ്. അതിൻ്റെ കാറ്റഗറി വൈസ് ഉണ്ട് കേട്ടോ. കാറ്റഗറി അനുസരിച്ചിട്ട് ഓരോ കാറ്റഗറൈസ് ചെയ്തേക്കുന്ന വിഭാഗങ്ങൾക്ക് ഉള്ള ഒഴിവുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചെടുക്കുക. ഇടവ സർവീസ് സഹകരണ ബാങ്ക് തിരുവനന്തപുരം 4 ഒഴിവ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം തിരുവനന്തപുരം 2 ഒഴിവ്. കരീപ്ര SCB കൊല്ലം 3 ഒഴിവ്. മയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം 6 ഒഴിവുകൾ. ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം 1 ഒഴിവ്. ഇതിൻ്റെയൊക്കെ ശമ്പള സ്കെയിൽ വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഒരേ ശമ്പള സ്കെയിലല്ല, പല സംഘങ്ങളിൽ പല ശമ്പള സ്കെയിലാണ്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചെടുക്കുക. ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം കൊല്ലം 1 ഒഴിവ്. അരുവാപ്പുലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് പത്തനംതിട്ട 2 ഒഴിവുകളാണ്. അരൂർ ഗ്രാമീണ SCB ആലപ്പുഴ 2 ഒഴിവുകൾ. വൈക്കം താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് കോട്ടയം 2 ഒഴിവുകൾ. ചങ്ങനാശ്ശേരി സഹകരണ അർബൻ ബാങ്ക് ക്ലിപ്തം കോട്ടയം 3 ഒഴിവുകൾ. പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് ഇടുക്കി 2 ഒഴിവുകൾ. കരിമ്പൻ സർവീസ് സഹകരണ ബാങ്ക് ഇടുക്കി 2 ഒഴിവുകൾ. ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക് എറണാകുളം 1 ഒഴിവ്. പൂണിത്തറ സർവീസ് സഹകരണ ബാങ്ക് എറണാകുളം 2 ഒഴിവുകൾ. വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് എറണാകുളം 3 ഒഴിവുകൾ. കൂവപ്പടി SCB എറണാകുളം ജൂനിയർ ക്ലർക്ക് 2 ഒഴിവുകൾ. ചൊവ്വര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എറണാകുളം 1 ഒഴിവ്. പൊയ്യ സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂർ 2 ഒഴിവുകൾ. ചാവക്കാട് SCB തൃശ്ശൂർ 2 ഒഴിവുകൾ. വെള്ളാനിക്കര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തൃശ്ശൂർ 4 ഒഴിവുകൾ. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് വടക്കാഞ്ചേരി തൃശ്ശൂർ 4 ഒഴിവുകൾ. മറ്റം സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂർ 2 ഒഴിവുകൾ. അർത്താച്ച് സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂർ 1 ഒഴിവ്. പറളി SCB പാലക്കാട് 2 ഒഴിവുകൾ. അനങ്ങനടി പഞ്ചായത്ത് വനിതാ SCB പാലക്കാട് 1 ഒഴിവ്. മണ്ണാർക്കാട് റൂറൽ സേവന സഹകരണ ബാങ്ക് 5 ഒഴിവുകൾ. മൂലത്തറ സർവീസ് സഹകരണ ബാങ്ക് പാലക്കാട് 1 ഒഴിവ്. പട്ടാമ്പി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പാലക്കാട് 2 ഒഴിവുകൾ. നാഗലശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പാലക്കാട് 4 ഒഴിവുകൾ. നഗരിപ്പുറം SCB പാലക്കാട് 3 ഒഴിവുകൾ. പട്ടാമ്പി SCB പാലക്കാട് 3 ഒഴിവുകൾ. പാലക്കാട് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പാലക്കാട് 4 ഒഴിവുകൾ. ഒറ്റപ്പാലം ഗവൺമെൻറ് സർവൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പാലക്കാട് ജൂനിയർ ക്ലർക്ക് 2 ഒഴിവുകൾ. അരിയല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം 1 ഒഴിവ്. കുറുമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം 3 ഒഴിവുകൾ. കാലടി ഗ്രാമപഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം 1 ഒഴിവ്. മഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം 2 ഒഴിവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ക്രെഡിറ്റ് സഹകരണ സംഘം മലപ്പുറം 1 ഒഴിവ്. തൃശ്ശൂർ റീജിയണൽ എംപ്ലോയീസ് സഹകരണ ബാങ്ക് മലപ്പുറം 4 ഒഴിവ്. താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം 3 ഒഴിവ്. അരീക്കോട് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം 4 ഒഴിവുകൾ. ഓമശ്ശേരി SCB കോഴിക്കോട് 1 ഒഴിവ്. നരിക്കുനി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് 2 ഒഴിവുകൾ. പന്നിയങ്കര കോഴിക്കോട് 3 ഒഴിവുകൾ. തിക്കൊടി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് 1 ഒഴിവ്. വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് കോഴിക്കോട് 5 ഒഴിവുകൾ. പുതുപ്പാടി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് 4 ഒഴിവ്. കൊമ്മേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കോഴിക്കോട് 3 ഒഴിവുകൾ. കക്കട്ടിൽ സഹകരണ റൂറൽ ബാങ്ക് കോഴിക്കോട് 4 ഒഴിവുകൾ. താമരശ്ശേരി SCB കോഴിക്കോട് 3 ഒഴിവുകൾ. വടകര സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് കോഴിക്കോട് 2 ഒഴിവുകൾ. വൈത്തിരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വയനാട് 2 ഒഴിവുകൾ. കണ്ണൂർ താലൂക്ക് കോപ്പറേറ്റീവ് ബാങ്ക് കണ്ണൂർ 1 ഒഴിവ്. മടായി സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂർ 3 ഒഴിവുകൾ. വേങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂർ 2 ഒഴിവുകൾ. കൊറോറ സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂർ 3 ഒഴിവുകൾ. എരുവശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് 3 ഒഴിവുകൾ. ചൊവ്വര സഹകരണ റൂറൽ ബാങ്ക് കണ്ണൂർ 4 ഒഴിവുകൾ. പൈവകളിക
സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് ഒരു ഒഴിവ്, ചീമേനി സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് ഒരു ഒഴിവ്, നീലേശ്വര അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കാസർഗോഡ് 2 ഒഴിവുകൾ, കനറ ബാങ്ക് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാസർഗോഡ് ഒരു ഒഴിവ്, അംഗടി മുഗർ സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് 2 ഒഴിവുകൾ, നെക്രാച്ചെ സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് ഒരു ഒഴിവ്. അങ്ങനെ 66 സഹകരണ ബാങ്കുകളിലാണ് ഒഴിവുകൾ ജൂനിയർ ക്ലാർക്കിൻ്റെ വന്നിരിക്കുന്നത്. പ്രായപരിധി തുടങ്ങി എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 30/4/2025 അടുത്തത് കാറ്റഗറി നമ്പർ 9/2025 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. വിദ്യാഭ്യാസ യോഗ്യത ക്വാളിഫിക്കേഷൻ MCA or BTech, Computer Science or Electronic Communication or Information Technology. Experience minimum, working experience 3 years as system administrator or equivalent post in any recognized institution. പാലക്കാട് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പാലക്കാട് ഒരു ഒഴിവ്, പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ഒരു ഒഴിവ്. അങ്ങനെ 2 സംഘത്തിലാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒഴിവുകളുള്ളത്. ഇതിൻ്റെ പ്രായപരിധി മുതൽ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/4/2025 അടുത്തത് കാറ്റഗറി നമ്പർ 6/2025 സെക്രട്ടറി. വിദ്യാഭ്യാസ യോഗ്യത കൊടുത്തിട്ടുണ്ട്. സംഘത്തിൻ്റെ പേര് പുക്കോട്ടൂർ റൂറൽ സഹകരണ സംഘം മലപ്പുറം. സെക്രട്ടറി 1. ഒരു സംഘത്തിലേക്ക് മാത്രമാണ് സെക്രട്ടറി ആവശ്യം. ഇതിൻ്റെ പ്രായപരിധിയും എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/4/2025 തന്നെയാണ്. ഉദ്യോഗാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്കും ബാങ്കിന് ഒരു സംഘത്തിന് അല്ലെങ്കിൽ ബാങ്ക് ഒന്നിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതം അധികമായിട്ട് പരീക്ഷാ ഫീസായിട്ട് അടക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷയിലെ അല്ലെങ്കിൽ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതം അധികമായി പരീക്ഷാ ഫീസായി അടച്ചാൽ മതി. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് www.kerala.cscb.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിജ്ഞാപനം പരിശോധിച്ച് വായിച്ചു നോക്കിയതിന് ശേഷം ഓൺലൈനായിട്ട് സമർപ്പിക്കുക. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപനം പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിന് മുന്നിലുള്ളത് എന്താണെന്ന് നോക്കാം. പ്രായപരിധി 1/1/2025 18 വയസ്സ് തിരഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു. ഇത് സെക്രട്ടറിയുടെ കാര്യത്തിലാണ്. മറ്റ് നോട്ടിഫിക്കേഷനൊക്കെ പ്രായപരിധിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അത് നിങ്ങൾ ഓരോ നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ച് നോക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതലുള്ളവർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആയതിനാൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിനുമാണ്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം സർക്കാരിൻ്റെ 13/8/2024 സഹകരണ ഉത്തരവ് പ്രകാരമുള്ള 18% GST കൂടി അടയ്ക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് സെക്രട്ടറിയുടെ
ഇൻസെഷനിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് ജോലികളുടെയൊക്കെ ഇൻസെഷൻ ഏകദേശം സെയിം ആയിരിക്കും, പക്ഷേ പ്രായപരിധിയിലും മറ്റ് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നും സൈറ്റിൽ കയറിയിട്ട് ഇൻസെഷൻസ് എടുത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ പ്രൊഫൈലിൽ കൂടി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ PSCക്ക് 1 ടൈം രജിസ്ട്രേഷൻ എടുക്കണ പോലെ തന്നെ ഇതിനും എടുക്കണം. എന്നിട്ട് പ്രൊഫൈലിലേക്ക് കൂടി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വേഗം തന്നെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എല്ലാവരും അപേക്ഷ സമർപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.